എനിക്ക് എങ്ങനെ അനക്കം തോന്നുന്നുണ്ടോ? എപ്പോഴും ഭയങ്കര ചവിട്ടം വഴിയാ. ആള് മഹാകുസൃതിയാണെന്നാ തോന്നണേ. എങ്ങനെ അല്ലാണ്ടിരിക്കാൻ? ചേട്ടന്റെ അല്ലേ സന്തതി. ആളെന്താ മോശാ? പുറത്തെ പ്രകൃതം കണ്ടാ തോന്നും ആളൊരു പരിക്കനാണെന്ന്. ചില സമയത്ത് ശരിക്കും ഒരു മനുഷ്യട്ടെയാ. പക്ഷെ ഉള്ളോണ്ട് പാവമാ. ഞാനെന്നൊക്കെ ജീവന. ആ, എനിക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? ദേ, ധൃതിപ്പെട്ട് തിരിച്ചു പോകാനൊന്നും നോക്കണ്ട. ചേച്ചിയുടെ പ്രസവമൊക്കെ കഴിയട്ടെ. ഞാൻ ചേച്ചിയുടെ അടുത്തൊന്ന് കിടക്കട്ടെ. നീ വന്നപ്പോ തന്നെ ചേച്ചിക്ക് പകുതി സമാധാനമായി മോളെ. നടന്നോ, ഞാൻ ഇവിടെ കൊണ്ടിട്ടിട്ട് വരാം. അതേ വരാനാണോ? ഇല്ലില്ല. ആരാ വന്നിരിക്കുന്നു നോക്കി. എടി കൊച്ചേ. ആഹാ, ഇതാര്? ഉഷയോ? എപ്പോ വന്നു? രാവിലെ. എന്താ കത്തൊന്നും വായിക്കാതെ പെട്ടെന്നിങ്ങനെ? കുളിക്കാൻ വെള്ളം ചൂടായിട്ടുണ്ട്. ആ, എടുത്തു വെച്ചോ. കഴിഞ്ഞ തവണ കണ്ടാലും കുറെ മാറ്റമുണ്ട് ഉഷയ്ക്ക്. പെൺകുട്ടികളല്ലേ, ചടചടയെന്ന മാറ്റം വളർച്ചയൊക്കെ. ഇപ്പൊ സ്പിന്നിംഗ് മില്ലിൽ തന്നെയാ ജോലി? അതെ. സന്ധ്യയായപ്പോ തുടങ്ങി പാട്ടും മേളമൊക്കെ. എന്തൊരു സുർവിയാണെന്നോ, ഗാനഗന്ധർവനല്ലേ. ഇനിയിപ്പോ എത്തും കമ്പനിയൊക്കെ വൈകിട്ടത്തെ അസംബ്ലിക്ക്. പിന്നെ പാതിര വരെ ചീട്ടുകളി, സൊറപറച്ചിലും കുടി, ഒന്നും പറയണ്ട. ചേട്ടൻ എന്നും കുടിക്കോ? എന്നൊക്കെ തേനും കരിയിലുള്ള പനിയല്ലേ കൊച്ചേ, മേലുവമ്പരം ഉണ്ടാവേ. അധികമൊന്നും കുടിക്കില്ല. ഞാൻ പിന്നെ കണ്ടില്ലാന്ന് വെക്കും. ആദ്യം ആകുമ്പോ ഞാനൊന്ന് കണ്ണെടുത്തു, അപ്പം നിർത്തും. ചേച്ചി കുടിക്കൂ? ഞങ്ങള് മാത്രമാകുമ്പോ വല്ലപ്പോഴും. ചേട്ടൻ നിർബന്ധിക്കും. നീ ഒരു ഇത്തിരി. ഇങ്ങോട്ട് വന്നേക്ക്. ശരിക്ക് തോർത്തിട്ടില്ലല്ലോ. തിരിഞ്ഞ മേല് മുഴുവൻ വെള്ള. എന്നാ പൗഡർ.